എല്ലാവർക്കും സുഖമല്ലേ? വളരെ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഒരു കപ്പ് മൈദ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അരിപ്പൊടി, 1 ടീസ്പൂൺ കറുത്ത എള്ള്, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പാവ് എടുത്തോളൂ കേട്ടോ. ടേസ്റ്റ് കുറച്ച് കുറയുന്നേ ഉള്ളൂ. കുറേശ്ശെ വെള്ളം ചേർത്ത് ഒരു ഡോ ആക്കി എടുക്കാം. സോഫ്റ്റ് ആയിട്ട് മാവ് കുഴച്ചെടുത്തു. മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മാവ് മാറ്റി വെക്കാം. ഈ ഡോവിന് ഒരു ഫില്ലിംഗ് റെഡിയാക്കണം. അതുവരെ മാത്രം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് 1/4 കപ്പ് പൊട്ടുകടല ഒരു ബോർഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം പൗഡർ ആവാണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. മിക്സിയിൽ ചെയ്യുമ്പോൾ വല്ലാണ്ട് പൊടിഞ്ഞു പോകും. നമ്മൾ പൊടിച്ചെടുത്തു. ഇനി ഫില്ലിംഗ് റെഡിയാക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കാം. കളറൊന്നും മാറാണ്ട് തന്നെ നാളികേരം ഡ്രൈ ആക്കി എടുക്കണം. നാളികേരം ഡ്രൈ ആകുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ ചേർക്കാട്ട. പഞ്ചസാര ഒന്ന് അലിയട്ടെ. പഞ്ചസാര നല്ലോണം അലിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കണം പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പൊട്ടുകടല മിക്സും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് ഈന്തപ്പഴം ചേർക്കുന്നുണ്ട്. പകുതി പഴം ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സ് പാനിൽ നിന്ന് മാറ്റാം. പാനിലേക്ക് 1 ടീസ്പൂൺ വെള്ള എള്ള് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കസകസ ചേർക്കുന്നുണ്ട്. രണ്ടും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ മിക്സ് നല്ലോണം ചൂടായത് നേരത്തെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. മിക്സ് ലൈറ്റായിട്ട് ചൂടുള്ളപ്പോൾ തന്നെ ചെറിയ ബോളാക്കി വെക്കാട്ട. അല്ലാണ്ട് തണുത്ത് കഴിയുമ്പോൾ ബോളാക്കാൻ പറ്റില്ല. ഇതുപോലെ ബോളാക്കി വെക്കാനില്ല. എല്ലാം ബോളാക്കി എടുത്തു. ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നോക്കാം. ഒന്നും കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം. ഇത് ഇനി ചെറിയ ബോൾസ് ആക്കുന്നുണ്ട്. എല്ലാം ബോൾസ് ആക്കി എടുത്തു. കയ്യിൽ തന്നെ വെച്ചൊന്ന് നമ്മൾ കൊഴുക്കട്ടയ്ക്ക് ഇതാക്കില്ലേ അതുപോലെ റെഡിയാക്കി എടുക്കുക. ഫില്ലിങ്ങിൻ്റെ ബോൾസ് റെഡിയാക്കിയതും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ ക്ലോസ് ചെയ്യണേ. എല്ലാ ബോൾസും ഇതുപോലെ റെഡിയാക്കി എടുക്കുക. എല്ലാം ബോൾസ് ആക്കി ഇനി ഇത് പരത്തി എടുക്കാം. നമുക്ക് കുറച്ച് അരിപ്പൊടി ബോളിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഒരു ബോൾസ് എടുത്ത് കയ്യിൽ തന്നെ പതുക്കെ നീളനെ പരത്തി കൊടുക്കാട്ട. ഇങ്ങനെ നീളനെ പരത്തിയതിൻ്റെ ശേഷം നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ട ഭാഗത്തും കുറച്ച് ഈന്തപ്പഴം വെച്ച് കൊടുക്കാം. കയ്യിൽ നല്ലോണം പ്രസ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഒന്നും കൂടി മറിച്ചിടണ്ടേ. നമുക്കിത് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഈ സൈഡ് ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ റോൾ ചെയ്തെടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ നേന്ത്രപ്പഴം വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതുപോലെ റെഡിയാക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി 15 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. അപ്പോൾ റെഡിയായി ഉണ്ടാവും കേട്ടോ. തുറന്ന് നോക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കട്ടെ. അതിൻ്റെ ശേഷം എടുക്കാം. നല്ല ടേസ്റ്റുള്ള നാടൻ പലഹാരമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.